ഇന്ന് കഠോപനിഷത്തിലെ നചികേതസിനെ ഒന്ന് പരിചയപ്പെടാം. 10 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയാണ്. ഈ കുട്ടിയുടെ അച്ഛൻ വാജശ്രവസ് അതിവിശിഷ്ടമായ ഒരു യാഗം ചെയ്യുവാണ്. വിശ്വജിത്ത് എന്നാണ് യാഗത്തിൻ്റെ പേര്. ഈ യാഗം എന്ന് പറഞ്ഞാൽ സർവസ്വദാനം എന്നാണ്, ഉള്ളതെല്ലാം ദാനം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ കുട്ടി ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കിയപ്പോഴേ അച്ഛൻ കൂടുതലും പശുദാനമാണ് അന്നത്തെ കാലത്തൊക്കെ. നോക്കിക്കഴിഞ്ഞപ്പോൾ അച്ഛൻ പശുക്കളെ ദാനം ചെയ്യുകയാണ്. കറവ പറ്റിയ പശുക്കൾ, ഇല്ലെങ്കിൽ മെലിഞ്ഞ എല്ലും തോലുമായിട്ട് മാത്രം ഇരിക്കുന്ന, നടക്കാൻ പോലും വയ്യാത്ത പശുക്കൾ. അപ്പോൾ ഈ കുട്ടിക്ക് ആപാടെ വിഷമമായി. കാരണം അച്ഛൻ എന്തായി ചെയ്യുന്നത്? അച്ഛൻ ഒരു നല്ല കാര്യം ആണെന്ന് വെച്ചിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നില്ലേ. ഒരു പുണ്യപ്രവൃത്തി എന്നുള്ള നിലയിലാണ് ഈ യാഗവും പിന്നെ ഈ ദാനവും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഇത് നേരെ വിപരീത ഫലമുണ്ടാകുമെന്ന് ഈ കുട്ടിക്ക് തോന്നി. ഉടനെ അച്ഛനോട് ആദ്യം പറഞ്ഞു, അച്ഛാ എന്താ ഇതെന്ന് ചോദിച്ചു. അദ്ദേഹം ഇതൊന്നും മൈൻഡ് ചെയ്യണില്ല. മകൻ ചോദിക്കുന്നു. ഉടനെ തന്നെ ഈ കുട്ടി ഒരു ചോദ്യം ചോദിച്ചു, അച്ഛാ എന്നെ ആർക്കാ ദാനം ചെയ്യുന്നതെന്ന് ചോദിച്ചു. എല്ലാം ദാനം ചെയ്യണമല്ലോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്വത്താണല്ലോ ഞാനും. അത് ചോദിച്ചു. 3-4 പ്രാവശ്യം ചോദിച്ചപ്പോൾ അച്ഛന് ദേഷ്യം വന്നു. അച്ഛൻ പറഞ്ഞു, നിന്നെ യമനാണ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛന് വിഷമായി. വേഗം മോനെ കെട്ടിപ്പിടിച്ച് മൂർധാവിലും ഉമ്മയൊക്കെ വെച്ച് എന്നിട്ട് പറഞ്ഞു, സാരമില്ല കേട്ടോ മോനെ, ഞാൻ വെറുതെ പറഞ്ഞതാ, മോനത് കാര്യമായിട്ട് എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കുട്ടി സമ്മതിച്ചില്ല. കുട്ടി പറഞ്ഞു, അച്ഛൻ പറഞ്ഞതല്ലേ, അച്ഛൻ്റെ വാക്ക് പാലിക്കണം, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് നേരെ യമലോകത്തിലേക്ക് പോയി. ഈ യമലോകത്തിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് യമദേവൻ അവിടെയില്ല. 3 ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം വന്നത്. ഈ 3 ദിവസവും ഈ നചികേതസ് വെള്ളം പോലും കുടിക്കാതെ ഒരേ ഒരു നിപ്പ് നിന്നു. ഈ യമദേവൻ വന്നു കഴിഞ്ഞപ്പോൾ ഭാര്യ ദണ്ഡനീതി പറഞ്ഞു, ഒരു ബ്രാഹ്മണകുമാരനാണ്, ഒന്നും കഴിച്ചിട്ടില്ല, വെള്ളം പോലും കുടിച്ചിട്ടില്ല, അങ്ങ് വേഗം ചെന്ന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞു. ചെന്നു കണ്ടു. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, 3 ദിവസം ഇങ്ങനെ ഇവിടെ നിന്നില്ലേ എന്നെ കാത്ത്, അതുകൊണ്ട് 3 വരം ചോദിച്ചോളാൻ പറഞ്ഞു. ആദ്യത്തെ വരം ചോദിച്ചു, ഞാനിവിടുന്ന് തിരിച്ച് ഭൂമിയിൽ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അച്ഛൻ സന്തോഷത്തോടുകൂടി എന്നെ സ്വീകരിക്കുകയും ബാക്കി കാലം എൻ്റെ അച്ഛൻ സന്തോഷമായിട്ട് കഴിയുകയും വേണം എന്ന് പറഞ്ഞു. കാരണം ഇവിടുന്ന് പോകുമെന്നറിയാൻ മേല, കാരണം യമലോകത്ത് പോയിട്ട് തിരിച്ചങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് ഈ കുട്ടിക്ക് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. 2ാമത്തെ വരം, ഈ കേട്ടിട്ടുണ്ട് ഈ സ്വർഗത്തിലേക്ക് പോകാൻ ഒരു അഗ്നിയുടെ സഹായം വേണമെന്ന്. അതെങ്ങനെയാണ്, ആ അഗ്നി ഏതാണ്, അതെങ്ങനെയാണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. എല്ലാം യമദേവൻ പറഞ്ഞു കൊടുത്തു. എന്ന് തന്നെയല്ല പറഞ്ഞു, ഇന്നു മുതൽ ആ അഗ്നിക്ക് നചികേതാഗ്നി എന്നാണ് പേര്, നിൻ്റെ പേരാണ് ഇടുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇനി 3ാമത്തെ വരമുണ്ട്. 3ാമത്തെ വരം ചോദിച്ചോളാൻ പറഞ്ഞു. അന്നേരം പറഞ്ഞു, എനിക്കിനി അറിയേണ്ടത് മരണരഹസ്യമാണെന്ന് പറഞ്ഞു. അയ്യോ, അതൊരിക്കലും പറഞ്ഞു തരാൻ പറ്റില്ല, കാരണം അത് ആർക്കും മനസ്സിലാവുകയില്ല, അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുകയില്ല, നിനക്ക് ബാക്കി എന്ത് വേണമെങ്കിലും ചോദിച്ചോളാൻ പറഞ്ഞു. ഈ കുട്ടി പറഞ്ഞു, എനിക്ക് വേറൊന്നും വേണ്ട, ബാക്കി എന്ത് കഴിഞ്ഞാൽ തന്നാലും അതൊക്കെ നശ്വരമായിരിക്കും, പക്ഷേ ഈ അറിവ് അതാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അതും പറഞ്ഞു കൊടുത്തു. കാരണം ഈ കുട്ടിക്ക് സംശയം, മരണം ജനിച്ചു കഴിഞ്ഞാൽ മരിക്കും, മരണം കഴിഞ്ഞാൽ പിന്നെ എന്താ അവസ്ഥ, പുനർജന്മമുണ്ടോ, അഥവാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. എല്ലാ കാര്യവും നമ്മളുടെ യമദേവൻ പറഞ്ഞു കൊടുത്തു. അതാണ് നചികേതസിൻ്റെ കാര്യം. കാരണം ഈ നചികേതസിൻ്റെ കഥയൊക്കെ നമ്മളുടെ കുട്ടികളും നമ്മളുമൊക്കെ പഠിക്കേണ്ടതിൻ്റെ കാര്യം എന്താണെന്നറിയോ, ആ ചെറിയ കുട്ടിക്ക് വിവേകം അല്ലേ, എത്ര അതുപോലെ തന്നെ ലക്ഷ്യബോധമുണ്ട് അല്ലേ, അവിടെ പോകണം എന്ന് പറഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കണം, ഏത് വില കൊടുത്തും അതൊക്കെ ചെയ്യുന്നു. അതുപോലെ എന്തും ചെയ്യാനുള്ള ആർജവം, ആ മുന്നിട്ടിറങ്ങാനുള്ള ആ ഒരു ധൈര്യം. എത്ര വയസ്സിലാണെന്ന് ഓർക്കണം, ചെറിയ പ്രായത്തിലാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. അപ്പം അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്ന് മാത്രം പറയുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം.